உள்ளம் விட்டு என்னை தொட்டு நீயே வந்தாய். என் கண்ணீரே என் கண்ணீரே, மழையாய் அன்று பிழையாய் இன்று நின்றாய் நின்றாய் பெண்ணே. இசையாய் அன்று கசையாய் இன்று கொன்றாய் கொன்றாய் பெண்ணே. जी सर. ആണോ? എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് വരാം. പോയ കാര്യമെന്തായി? എല്ലാം മംഗളമായി നടന്നു. റയാനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇനി എപ്പോഴാ നാട്ടിൽ പോവുക? നാളെ തന്നെ പോകും. നീ കുറച്ചുനാൾ കഴിഞ്ഞ് കേരളത്തിലെത്തിയാൽ മതി. എൻഗേജ്മെന്റ് ഈ വരുന്ന സൺഡേ നടത്താനാണ് തീരുമാനം. അതുകൊണ്ട് നമ്മൾ നാളെ തന്നെ കേരളത്തിലേക്ക് പോകും. നീ എൻഗേജ്മെന്റിന്റെ 2 ദിവസം മുമ്പ് എത്തിയാൽ മതി. പിന്നെ രോഹൻ, നീ ബിസിനസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ പപ്പ. രോഹൻ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അത് ഞാൻ അങ്ങോട്ട് പറയേണ്ടതല്ലേ ബ്രോ? എന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിക്കുക. മോളെ, ഇനിയും നീ ഒരുങ്ങിയില്ലേ? ആ, ഒരുങ്ങി അമ്മേ. ഞാൻ ദേ വരുവാ. മോളെ, സമൃദ്ധിയുടെ കല്യാണക്കാര്യം എന്തായി? അത് അച്ഛാ, ഇന്നലെ അവർ പെണ്ണ് കാണാൻ വന്നതല്ലേ ഉള്ളൂ. തീരുമാനിച്ചോ എന്ന് ഇന്ന് കോളേജിൽ പോയാലേ അറിയാൻ പറ്റൂ. നീ എന്താ ഇന്ന് എണീക്കാൻ ലേറ്റായേ? അത് പിള്ളേരെ കുറച്ച് നോട്ട്സ് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അമ്മേ. എന്നാൽ ഞാൻ ഇറങ്ങുവാണേ. ആ മോളെ. സൂക്ഷിച്ചു പോണേ ഇഷിക. ആ അമ്മ. എടി, കല്യാണക്കാര്യം എന്തായി? അത് ഉറപ്പിച്ചു. ഈ വരുന്ന സൺഡേ എൻഗേജ്മെന്റ് നടത്താനാണ് തീരുമാനം. ഇത്ര പെട്ടെന്നോ? ആ, മാരേജും ഈ മാസം തന്നെ ഉണ്ടാകും. എന്നാലും ഇത്ര പെട്ടെന്നല്ല ഒരുക്കങ്ങളും നടത്തേണ്ടേ? ആ, അത് കുറച്ച് പണി പിടിച്ച കാര്യം തന്നെയാണ്. നീ ഉണ്ടാവൂലേ എന്നെ സഹായിക്കാൻ? അതെന്ത് ചോദ്യ സമോ? ഞാൻ നിന്റെ കൂടെ ഉണ്ടാവൂലേ? നാളെ റയാന്റെ വീട്ടുകാര് ഇങ്ങെത്തും. നിനക്ക് കാണണ്ടേ റയാനെ? ആ, കാണണം. ആകെ ഫോട്ടോയിൽ മാത്രമാണ് ഞാൻ നിന്റെ ചെക്കനെ കണ്ടത്. നിന്റെ കല്യാണത്തിന് മുമ്പ് നേരിൽ കാണണം. ആ, ഞാൻ റയാനോട് പറയാം. നിനക്ക് ഈ ഒരു ക്ലാസ് ഉണ്ടോ? ഇല്ല. എനിക്കുണ്ട്. നമ്മൾക്ക് എന്നാൽ ലഞ്ച് ടൈം സംസാരിക്കാം. ആയിഷു. I was born to be free.
ഹലോ മിസ്റ്റർ വർമ്മ. ഹായ് റോഹൻ മൽഹോത്ര. സീറ്റ്. എന്തിനാണ് ഇങ്ങനൊരു സ്ഥലം ബിസിനസ് ഡീലിനായി തിരഞ്ഞെടുത്തത്? അത് ഞാൻ അധികവും ഇങ്ങനത്തെ സ്ഥലത്ത് വെച്ചാണ് ബിസിനസ് ഡീൽസ് നടത്താറ്. ഇപ്പോൾ എന്ത് ഡീൽ ഉറപ്പിക്കാനാണ് മിസ്റ്റർ വർമ്മ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? എന്റെ കമ്പനിക്ക് ഈയിടെ 120 കോടിയുടെ ഒരു ബിസിനസ് ഡീൽ കിട്ടിയിരുന്നു. സോ ഞാൻ ഇപ്പോൾ ആ ഡീൽ വെച്ച് ഒന്നും നടത്താൻ തീരുമാനിക്കുന്നില്ല. സോ ഞാൻ റോഹൻ ആ ഡീൽ തരാനാണ് തീരുമാനിക്കുന്നത്. 120 കോടിയുടെ ഡീൽ താൻ വെറുതെ എനിക്ക് തരില്ലെന്നറിയാം. താൻ എന്താ എന്നിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്? ഇറ്റ്സ് സിമ്പിൾ. എന്റെ മകളെ റോഹൻ വിവാഹം കഴിക്കണം. ഓ, ഇതാണോ കാര്യം? ഞാൻ ആലോചിച്ച് 2 ആഴ്ചക്കുള്ളിൽ മറുപടി തരാം. പോരെ? മതി. ഞാൻ എന്തായാലും റോഹനിൽ നിന്ന് ഒരു പോസിറ്റീവ് മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. മേ ബി അങ്ങനെ ആവാം. പപ്പ, മമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ റോഹൻ നിനക്ക് പറയാനുള്ളത്? ഇന്ന് ഞാൻ മിസ്റ്റർ വർമ്മയെ കണ്ടിരുന്നു. വർമ്മ 120 കോടിയുടെ ഡീൽ നമ്മുടെ കമ്പനിക്ക് തരാമെന്ന് പറഞ്ഞു. വാട്ട്? വെറുതെ ആ ഡീൽ നമ്മുടെ കമ്പനിക്ക് തരില്ല എന്നറിയാം. അതിനു പകരം അയാൾ എന്താ ചോദിച്ചത്? യു ആർ റൈറ്റ് പപ്പ. പകരം വർമ്മ അയാളുടെ മകളെ ഞാൻ മാരേജ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നിട്ട് നീ എന്തു പറഞ്ഞു റോഹൻ? ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ആലോചിക്കാനുണ്ട് റോഹൻ. നിനക്ക് അപ്പോൾ തന്നെ യെസ് പറഞ്ഞൂടായിരുന്നോ? ദേവേട്ട, അവൻ കണ്ടിട്ട് കൂടെ ഇല്ലാത്ത പെൺകുട്ടിയെ എങ്ങനെ വിവാഹം കഴിക്കുക? മമ്മ, ഞാൻ എന്തായാലും ആ മാരേജുമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെ തീരുമാനിക്കുകയാണ്. മോനെ റോഹൻ, മാരേജ് ഒരു ബിസിനസ് ഡീൽ അല്ല. മമ്മ, എന്തായാലും ഒരു നാൾ മാരേജ് ചെയ്യണം. അത് ഇങ്ങനെ ആവാനായിരിക്കും വിധി. അതെ, റോഹൻ പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ നീ 2 ആഴ്ച കഴിഞ്ഞേ അതിന് സമ്മതിക്കാൻ പാടുള്ളൂ. ഓക്കെ മമ്മ. അമ്മേ, അവർക്ക് സമൂഹം ഇഷ്ടായി. അതെയോ മോളെ? ആ അമ്മേ, പക്ഷേ എൻഗേജ്മെന്റ് ഈ വരുന്ന സൺഡേ നടത്താനാണ് ഒരു തീരുമാനം. ഇത്ര പെട്ടെന്നോ? ആ അച്ഛ, അത് കേരളത്തിൽ നിന്ന് ആണ് കല്യാണം. അവർക്ക് പെട്ടെന്ന് തന്നെ നടത്തണമെന്നാ പറയുന്നത്. എപ്പോൾ നടന്നാലും എന്താ, ആ കൊച്ചു സന്തോഷായി ഇരുന്നാൽ മതി. എന്നാ അമ്മേ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ആ നമ്മുടെ മോളെയും കൂടി വിവാഹം കഴിപ്പിക്കണ്ടേ ജാനു? ആ വേണം രാജുവേട്ടാ. ഇഷികയ്ക്കും അവരെ മാതിരി നല്ല വീട്ടുകാരുടെ ആലോചന തന്നെ കിട്ടട്ടെ. അല്ല മോളെ, അവർ മുംബൈക്കാരല്ലേ? അപ്പോൾ എങ്ങനെ അവർക്ക് മലയാളമൊക്കെ അറിയുന്നേ? അത് അച്ഛ, റയാന്റെ അച്ഛൻ പാതി മലയാളിയും പാതി മഹാരാഷ്ട്രക്കാരനുമാണ്. മീൻസ് അച്ഛൻ മഹാരാഷ്ട്രക്കാരനും അമ്മ മലയാളിയും. പിന്നെ റയാന്റെ അമ്മ തനി മലയാളിയാണ്. അങ്ങനെയാണ് അവർ മുംബൈക്കാരായത്. പക്ഷെ അവർ മലയാളവും ഹിന്ദിയും ഒരുപോലെ സംസാരിക്കും എന്നാ സമ്മു പറഞ്ഞത്. ആ പിന്നെ ഞാൻ നാളെ ലീവാണേ. അതെന്തേ? വയ്യേ മോൾക്ക്? എനിക്കൊരു വയ്യായികയില്ല അമ്മ. നാളെ സമുവിന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയുള്ള ഡ്രസ് എടുക്കുക. സമു എന്നെയും വിളിച്ചായിരുന്നു. ചെക്കൻ റയാനും വീട്ടുകാരും ഉണ്ട് എന്നാ പറഞ്ഞേ. അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാലോ. ഇനി 4 ദിവസം കൂടിയല്ലേ എൻഗേജ്മെന്റിനുള്ളൂ. ഓ, നാളെയാണ് എൻഗേജ്മെന്റിന് വേണ്ടിയുള്ള ഡ്രസ് എടുക്കുന്നേ. ആ എടാ, നീ എപ്പോഴാ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഞാൻ 2 ഡേയ്സ് കഴിഞ്ഞ് എത്താം ബ്രോ. എടാ, ആ പ്ലോട്ട് ശരിയായിട്ടുണ്ട്. നാളെ വന്ന് സൈൻ ചെയ്യാനാ പറയുന്നേ. നാളെ എനിക്ക് വേറൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് ബ്രോ. ഞാൻ മറ്റന്നാൾ വരാം. ഓക്കെ, ഞാൻ ആ ഓണറിനോട് പറയാം. പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് കൂടി ശരിയാക്കണം. എന്നാ ശരി ബ്രോ, മറ്റന്നാൾ കാണാം.
ഇനിയും എന്തേ ശിഖമോൾ എത്താത്തെ? അവൾ ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അച്ഛ. വഴിയിൽ ബ്ലോക്ക് ആയിരുന്നത് കൊണ്ടായിരിക്കാം. ആണോ? ദേ എത്തിയല്ലോ ഇഷിക. സോറി, ലേറ്റ് ആയി പോയി. അത് റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു. പിന്നെ ആ ബസ്സിലാണ് തിരക്കും. ഉന്തിയും തള്ളി എങ്ങനെയല്ലോ എത്തിയതാണ്. അവർ ഇവിടെ എത്തുമെന്നാണോ പറഞ്ഞത്? അവർ നേരത്തെ ഇവിടെ എത്തിയെന്നാണ് അയാൾ എനിക്ക് മെസ്സേജ് അയച്ചത്. അകത്തുണ്ടാവും. സോറി ഡി, ഞാൻ കാരണം നിങ്ങളും ലേറ്റ് ആയില്ലേ? ദേ ഒറ്റ ബീക്കങ്ങ് വെച്ച് തരും. എന്തിനാണ് നീ എന്നോട് സോറി പറയുന്നേ? ഹലോ റയാൻ, ഞങ്ങളിവിടെ എത്തി. നിങ്ങൾ എവിടെയാ ഉള്ളേ? നിങ്ങൾ എത്തിയോ? ഞങ്ങളുടെ മെൻസ് സെക്ഷനിലാ ഉള്ളേ. നമ്മളിതാ സാരി സെക്ഷനിലാ ഉള്ളേ. എന്നാൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. ആ ഓക്കെ. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എന്നാൽ നമ്മൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങിയാലോ? ആ ഹായ് സമൃദ്ധി. ഹായ് റയൻ. റയൻ, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇഷിക. ഹായ്. ഹലോ. എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കുക. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. ഇഷിക മോളെ, ഈ സാരി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. സൂപ്പർ ആന്റി. ആന്റിക്ക് എല്ലാ സാരിയും നല്ല മാച്ച് അല്ലേ? അല്ല വേണു, ഈ മോളേതാ? അത് വെയിറ്റ് ആന്റി, ഞാൻ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഞാൻ ഇഷിക, സമൃദ്ധിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. മിടുക്കിയാണല്ലോ. മോള് സാരി തന്നെയാണോ എടുക്കുന്നേ? അതെന്ത് ചോദ്യം ആന്റി? സാരി വിട്ട് വേറെ കളിയുണ്ടോ? എന്നാൽ മോള് സാരി സെലക്ട് ചെയ്. ആ ആന്റി. റയാൻ എവിടെ പോയി? അത് റോഹന്റെ കോള് വന്നിട്ട് പോയതാ. ആരാ റോഹൻ? ഓ, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നല്ലേ. റയാന്റെ അനിയനാ റോഹൻ. നാളെ എത്തും. ഇവിടെ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഇഷിക, സമൃദ്ധി, നിങ്ങളെന്താ ഇവിടെ? അത് കൃതിക, സമൂന്റെ എൻഗേജ്മെന്റ് ആ സൺഡേ. അതിനു വേണ്ടി ഡ്രസ് പർച്ചേസ് ചെയ്യാൻ വന്നതാ. ആരാ കക്ഷി? റയാൻ എന്ന പേര്. പരസ്പരം ഇഷ്ടമായോണ്ട് മാരേജ് ഫിക്സ് ചെയ്തു. ഓ, കൺഗ്രാറ്റ്സ് സമൃദ്ധി. താങ്ക് യു കൃതിക. ട്രൂ ലവ് ആണോ? ഞാൻ സീരിയസ് ആയി ചോദിച്ചതാ. എനിക്ക് എന്റെ ജീവന തുല്യം റയാനെ ഇഷ്ടമാണ്. സപ്പോസ് അഥവാ ഈ കല്യാണം നടന്നില്ലെങ്കിലോ? ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ആ മുഖം അത്തേക്ക് എന്റെ മനസ്സിൽ പതിഞ്ഞുപോയി. സമു, ഞാൻ കാര്യമായി പറഞ്ഞത് തന്നെയാ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ എന്നെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ച് ചോദിച്ചതല്ല. സോറി. എന്നാൽ ഞാൻ പോട്ടെ. അവളുടെ പണ്ടത്തെ സ്വഭാവം ഇനിയും മാറിയിട്ടില്ല. എവിടെയും കുത്തിത്തിരിപ്പാക്കിയിട്ട് പോകും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നിന്റെ മനസ്സിനെ വെറുതെ വേദനിപ്പിച്ചില്ലേ അവൾ? ഇനിയും അവൾ ഇങ്ങനത്തെ വല്ലതും പറഞ്ഞാൽ ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. അവളുടെ മനസ്സ് മുഴുവൻ വിഷമാണെങ്കിലും അവൾ ചോദിച്ചതിൽ ഞാൻ സത്യം തന്നെയാ പറഞ്ഞു. നീയൊന്ന് പോയേ സമു, ജീവനോടെ ഉണ്ടാവില്ല പോലും. ഇതെന്താ കുട്ടിക്കളിയാ? അങ്ങനെയൊന്നും നടക്കില്ല. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇഷു. ഇനി ഇക്കാര്യം വിട്ടേ, നമ്മൾക്ക് എൻജോയ് ചെയ്യാം. ഇനി കുറച്ചു ദിവസം കൂടെയുള്ള എൻഗേജ്മെന്റിനുള്ളൂ. ഹലോ ബ്രോ. റോഹൻ, നീ എപ്പോഴാ ഇവിടെ എത്തുക? ബ്രോ, ഞാൻ നാളെ രാവിലെ എത്തും. നീ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ? ആ, എന്നാലേ വേഗം അവിടെ എത്താൻ കഴിയുകയുള്ളൂ. നേരെ വീട്ടിലോട്ടല്ലേ വരുവാ? നോ ബ്രോ, ഞാൻ നേരെ പ്ലോട്ടിലേക്കാ പോവുക. വാട്ട്? നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവില്ലേ? റെസ്റ്റ് എടുത്തിട്ട് പ്ലോട്ടിലേക്ക് പോയാൽ പോരെ? ബ്രോക്ക് അറിയില്ലേ, മൈ ഫസ്റ്റ് പ്രയോറിറ്റി ബിസിനസ് ആണെന്ന്. പിന്നെ എന്തിനാ ഈ അനാവശ്യ ചോദ്യങ്ങൾ? എന്നാൽ ശരി ബ്രോ, ഞാൻ നാളെ പ്ലോട്ടിലെത്തിയിട്ട് വിളിക്കാം. എന്നാൽ നീ നൈറ്റ് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യടാ. അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല ബ്രോ. ബൈ. എന്തിനായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്? അതോ കൃതികയെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കുമോ? ഇന്നത്തെ എന്റെ ഉറക്കം എന്തായാലും പോയി കിട്ടി. സമയം കുറെ ആയല്ലോ. ഇവളെന്താ നീ എണീക്കാത്തെ? നീ പോയെന്ന് നോക്കു ജാനു. ആ രാജേട്ടാ.
മോളെ ഇഷിക എണീക്ക്, സമയം ഒരുപാടായി. സമയം എത്രയായി അമ്മേ? 7:45. എന്ത് 7:45? അയ്യോ, ഒരുപാട് ലേറ്റ് ആയി പോയല്ലോ. നീ വേഗം പോയി ഫ്രഷ് ആവാൻ നോക്ക്. ആ അമ്മേ, അമ്മ അപ്പോഴത്തേക്ക് ഫുഡ് എടുത്ത് വെക്ക്. ആ മോളെ.